നമസ്കാരം. ഒരാഴ്ചത്തെ ലോകവിശേഷങ്ങളുമായി വേൾഡ് ഡെസ്ക്. ഏവർക്കും സ്വാഗതം. രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇറാനുമേൽ സമ്പൂർണ്ണ വിജയം, വൻ പ്രഖ്യാപനവുമായി ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള രാഷ്ട്രീയ നയതന്ത്ര പോരാട്ടത്തിൽ അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ അമേരിക്ക സമ്പൂർണ്ണ വിജയം കൈവരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുതിയ ആണവ കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും ഇതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിയുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. സെനറ്റർ ലിൻസെ ഗ്രഹാമിന്റെ റിപ്പബ്ലിക്കൻ പ്രൈമറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ടെലി റാലിയിലാണ് ട്രംപിന്റെ നിർണായക പ്രതികരണമെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ CNN റിപ്പോർട്ട് ചെയ്തു. ഇറാനുമായി നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ട്രംപ് റാലിയിൽ വ്യക്തമാക്കി. ഉപരോധങ്ങളിൽ ഇളവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകാൻ അമേരിക്ക തയ്യാറാണെങ്കിലും ആണവായുധം കൈവശം വയ്ക്കാൻ ഇറാനെ ഒരു കാലത്തും അനുവദിക്കില്ല എന്ന് ട്രംപ് ആവർത്തിച്ചു. ഞങ്ങൾ ഇപ്പോൾ ഇറാനുമായി സജീവ ചർച്ചകളിലാണ്. മികച്ചൊരു നയതന്ത്ര കരാറിലെത്താൻ തന്നെയാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. അവർക്കാവശ്യമായതെല്ലാം നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ആണവായുധം മാത്രം നൽകില്ല. ഈ പോരാട്ടത്തിൽ നമ്മൾ ജയത്തോടടുക്കുകയാണ്. അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ പരിപൂർണമായ വിജയം പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഇത് വളരെ വേഗത്തിൽ സംഭവിക്കും. അതോടെ ലോകത്തെ എണ്ണവില വലിയ തോതിൽ താഴേക്ക് വരും. ഇറാനുമേലുള്ള നേരിട്ടുള്ള സൈനിക ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് ഇസ്രായേൽ ഇതുവരെ സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല. നിലവിൽ ഇസ്രായേലിനു നേരെ ഇറാൻ നേരിട്ട് ആക്രമണങ്ങൾ നടത്തുന്നില്ലെങ്കിലും തെക്കൻ ലെബനൻ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഇറാനുമേൽ വിജയം കൈവരിക്കാൻ പോകുന്നുവെന്ന് ട്രംപ് അവകാശപ്പെടുന്നത് ഇതാദ്യമല്ല. ഏപ്രിൽ 7 പ്രഖ്യാപിച്ച വെടിനിർത്തൽ നീക്കങ്ങൾക്ക് മുന്നോടിയായും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അന്തിമ കരാറിനായി ട്രംപ് സമാനമായ രീതിയിൽ 2 ആഴ്ചത്തെ സമയപരിധി പ്രഖ്യാപിച്ചിരുന്നു. പുതിയ ചർച്ചകൾ ഫലം കാണുമോ എന്ന ട്രംപിന്റെ വെറും രാഷ്ട്രീയ പ്രസ്താവന മാത്രമാണ് ഇതെന്ന നിരീക്ഷണത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. സാധാരണക്കാരെ കൊന്നൊടുക്കുന്നത് ഭീകരവിരുദ്ധ പ്രവർത്തനമല്ല. UN-ൽ പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടി ഇന്ത്യ. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന നരനായാട്ടിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ കടുത്ത നിലപാടുമായി ഇന്ത്യ. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ മറവിൽ പാകിസ്ഥാൻ നടത്തുന്നത് വെറും കൂട്ടക്കൊല മാത്രമാണെന്നും ഇത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ഇന്ത്യ കുറ്റപ്പെടുത്തി. UN സുരക്ഷാ കൗൺസിലിൽ അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ സ്ഥിതിഗതികളെക്കുറിച്ച് നടന്ന സുപ്രധാന ചർച്ചയിലാണ് ഇന്ത്യ പാകിസ്ഥാനെ പ്രതിക്കൂട്ടിലാക്കിയത്. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ ഹരീഷ് പർവ്വതേനിയാണ് സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. നിരപരാധികളായ സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന നടപടിയെ ഭീകരവിരുദ്ധ പോരാട്ടമെന്ന് വിളിച്ച് ന്യായീകരിക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു കൂട്ടക്കൊലയെ സൈനിക നടപടിയായി ചിത്രീകരിച്ചുകൊണ്ട് മാത്രം കുറ്റവാളികൾ കുറ്റവിമുക്തരാക്കപ്പെടുന്നില്ല. സാധാരണക്കാരെ ബോധപൂർവം കൊന്നൊടുക്കുന്നതും ജനങ്ങളെ പരിക്കേൽപ്പിക്കുന്നതും കുഞ്ഞുങ്ങളെ അനാഥരാക്കുന്നതും ഒരു കാലത്തും ഭീകരവിരുദ്ധ പ്രവർത്തനമല്ല. കൃത്യമായ കണക്കുകൾ നിരത്തിയാണ് ഇന്ത്യൻ പ്രതിനിധി പാകിസ്ഥാൻ ക്രൂരതകളെ UN-ന് മുന്നിൽ തുറന്നുകാട്ടിയത്. 2026 ആദ്യ 3 മാസങ്ങളിൽ മാത്രം പാക് അതിക്രമങ്ങളിൽ 372 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 397 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അഫ്ഗാൻ അതിർത്തിക്കുള്ളിലേക്ക് പാകിസ്ഥാൻ സൈന്യം ബോധപൂർവം വ്യോമാക്രമണങ്ങളും ഷെല്ലാക്രമണങ്ങളും നടത്തുകയാണെന്നും അഫ്ഗാനിസ്ഥാന്റെ വ്യാപാര ഗതാഗത പാതകൾ തടസ്സപ്പെടുത്തി ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം അതിർത്തിയിലെ സാധാരണക്കാരുടെ മരണത്തിന് കാരണക്കാരായ പാക് സൈനിക ഉദ്യോഗസ്ഥരെയും അധികാരികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനായി സ്വതന്ത്രമായ അന്വേഷണം നടത്തണമെന്ന അഫ്ഗാനിസ്ഥാന്റെ ആവശ്യത്തിന് ഇന്ത്യ പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ട്രംപിന് കനത്ത തിരിച്ചടി. H-1B വിസ ഫീസ് കുത്തനെ കൂട്ടിയ നടപടി US കോടതി റദ്ദാക്കി. അമേരിക്കയിൽ IT പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ആശ്വാസം പകരുന്ന US കോടതിയുടെ നിർണായക വിധി. വിദേശത്തെ വിദ്യാർത്ഥി തൊഴിലാളികൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള H-1B വിസകളുടെ ഫീസ് കുത്തനെ വർദ്ധിപ്പിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം US ഡിസ്ട്രിക്ട് കോടതി റദ്ദാക്കി. ബോസ്റ്റണിലെ US ഡിസ്ട്രിക്ട് ജഡ്ജി ലിയോ സോക്കറിനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വിസ പരിഷ്കരണ നയം നിയമവിരുദ്ധമാണെന്ന വിധി പ്രസ്താവിച്ചത്. കുടിയേറ്റ നിയന്ത്രണങ്ങളുടെ ഭാഗമായി H-1B വിസ ഫീസ് $1,00,000 ഉയർത്തിയിരുന്നു ട്രംപ് ഭരണകൂടം. എന്നാൽ ഇത്രയും വലിയ തുക ഫീസായി ഈടാക്കാൻ US ഭരണകൂടത്തിന് നിയമപരമായി അധികാരമില്ല എന്ന് ജഡ്ജി ലിയോ സോക്കറിൻ വ്യക്തമാക്കി.
അമേരിക്കയിലെ 20 ഡെമോക്രാറ്റിക് സ്ഥാപനങ്ങളിലെ അറ്റോർണി ജനറൽമാർ സംയുക്തമായി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഈ നിർണായക ഉത്തരവ്. US കോൺഗ്രസിന് മുൻകൂർ അനുമതിയില്ലാതെയാണ് ട്രംപ് ഫീസ് വർദ്ധിപ്പിച്ചതെന്നും ഇത് പ്രസിഡന്റിന്റെ അധികാരപരിധിക്ക് അപ്പുറമാണെന്നും കോടതി നിരീക്ഷിച്ചു. വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് അമേരിക്കൻ കമ്പനികൾക്ക് അസാധ്യമാകുന്നതാണ് ഈ ഫീസ് വർധനവ്. ഇത് രാജ്യത്തെ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ പ്രധാന പൊതുമേഖലകളെ ദോഷകരമായി ബാധിക്കുമെന്നും കോടതി വിലയിരുത്തി. അമേരിക്കൻ വിപണിയിലേക്ക് വിദേശ പ്രതിഭകളെ ആകർഷിക്കുന്ന H-1B വിസ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യക്കാരാണ്. അമേരിക്ക പ്രതിവർഷം അനുവദിക്കുന്ന H-1B വിസകളിൽ 70% സ്വന്തമാക്കുന്നത് ഇന്ത്യൻ IT പ്രൊഫഷണലുകളാണ്. ഫീസ് വർധനവ് നിലവിൽ വന്നിരുന്നെങ്കിൽ ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾക്കും അവരെ നിയമിക്കുന്ന TSS, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ പ്രമുഖ IT കമ്പനികൾക്കും അതിഭീമമായ സാമ്പത്തിക ബാധ്യത വരുത്തി തീർക്കുമായിരുന്നു. കോടതി വിധി വന്നതോടെ ഇന്ത്യൻ കമ്പനികൾക്ക്, പ്രൊഫഷണലുകൾക്കും US-ലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നവർക്കും വൻ പ്രതിസന്ധിയാണ് ഒഴിഞ്ഞുപോയിരിക്കുന്നത്. അതേസമയം കർശന കുടിയേറ്റ നിയമങ്ങളുമായി മുന്നോട്ടു പോകുന്ന ട്രംപ് ഭരണകൂടത്തിനേറ്റ കനത്ത പ്രഹരമായാണ് ഈ വിധി വിലയിരുത്തപ്പെടുന്നത്. ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകൾക്ക് സമ്പൂർണ്ണ നിരോധനം, ഭീഷണിയുമായി ഹൂതികൾ. പശ്ചിമേഷ്യയിൽ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടെ അന്താരാഷ്ട്ര വ്യാപാര മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി യമനിലെ ഇറാൻ അനുകൂല ഹൂതി വിമതരുടെ പ്രഖ്യാപനം. ചെങ്കടലിലൂടെയുള്ള ഇസ്രായേൽ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി ഹൂതികൾ ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയതായും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സൈനിക നടപടികൾ ഉണ്ടാകുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. ഫെബ്രുവരിയിൽ ആരംഭിച്ച US-ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇതുവരെ സജീവമായി ഇടപെടാതിരുന്ന ഹൂതികൾ വീണ്ടും ചെങ്കടലിൽ ആക്രമണ ഭീഷണി മുഴക്കിയത് ആഗോള ഇന്ധന വിപണിയെയും കപ്പൽ കമ്പനികളെയും കടുത്ത ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസമായി പേർഷ്യൻ ഗൾഫിലെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുകയാണ്. ഇതിനാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഭൂരിഭാഗം എണ്ണ ഉൽപ്പാദനവും പുറം ലോകത്തിലെത്തിക്കാൻ സാധിക്കുന്നില്ല. നിലവിൽ സൗദി അറേബ്യ തങ്ങളുടെ എണ്ണ പൈപ്പ് ലൈനുകൾ വഴി ചെങ്കടലിൽ തീർത്ത യൻബു ടെർമിനൽ എത്തിച്ചാണ് കയറ്റുമതി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ചെങ്കടൽ പാതയിൽ ഹൂതികൾ ആക്രമണം നടത്തിയാൽ അത് ആഗോള എണ്ണ വിപണിയെ പൂർണ്ണമായും തകർക്കുമെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെ മാത്രമാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്ന് ഹൂതികൾ പറയുന്നുണ്ടെങ്കിലും മുൻകാലങ്ങളിൽ ഇസ്രായേലുമായി നേരിട്ട് ബന്ധമില്ലാത്ത കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനാൽ ഈ മേഖലയിലൂടെ കടന്നുപോകാൻ എല്ലാ കപ്പലുകളും ഭയപ്പെടുകയാണ്. ഹൂതികളുടെ പുതിയ ഭീഷണിയോടെ പ്രമുഖ കപ്പൽ കമ്പനികളായ മെർസേക്, ഹപ്പിയോഗ് ലോയിഡ് എന്നിവർ തങ്ങളുടെ ചരക്ക് കപ്പലുകൾ ചെങ്കടൽ ഒഴിവാക്കി ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റി തിരിച്ചുവിടാൻ ആലോചിക്കുന്നുണ്ട്. ഇത് യാത്രാ സമയവും ഇന്ധന ചെലവും വൻതോതിൽ വർദ്ധിപ്പിക്കും. 2023 ഒക്ടോബറിലെ ഗാസ യുദ്ധത്തിന് മുൻപ് ചെങ്കടലിലെ ബാബ് അൽ-മദൈ കടലിടുക്ക് വഴി പ്രതിമാസം 2000-ലധികം കപ്പലുകൾ കടന്നുപോയിരുന്ന സ്ഥാനത്ത് 2026 മാർച്ചിലെ കണക്കുകൾ പ്രകാരം വെറും അത് 1134 ചുരുങ്ങിയിരിക്കുകയാണ്. നിലവിൽ ചെങ്കടലിലെ കപ്പൽ ഇൻഷുറൻസ് നിരക്കുകൾ മാറ്റമില്ലാതെ തുടരുന്നുണ്ടെങ്കിലും വരും മണിക്കൂറുകളിൽ ഹൂതികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആക്രമണമുണ്ടായാൽ ഇൻഷുറൻസ് തുക കുത്തനെ കൂടുമെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. കോംഗോയിൽ എബോള മരണം 100 കടന്നു. സായുധ സംഘങ്ങളുടെ ആക്രമണം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ പടർന്നുപിടിക്കുന്ന എബോള ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 101 ആയതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. രാജ്യത്തിന്റെ കിഴക്കൻ പ്രവിശ്യകളിൽ സായുധ വിമത ഗ്രൂപ്പുകളുടെ സാന്നിധ്യവും ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളെയും ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളെയും ഗുരുതരമായി ബാധിക്കുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. മെയ് 15-നാണ് രാജ്യത്തെ എബോള പൊട്ടിപ്പുറപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായത്. എബോളയുടെ ബ്യൂണ്ടിബ്യൂഗോ എന്ന വകഭേദമാണ് ഇപ്പോൾ പടർന്നു പിടിക്കുന്നത്. രോഗബാധ ആരംഭിച്ച ആഴ്ചകൾ കഴിഞ്ഞാണ് അധികൃതർക്ക് ഇത് തിരിച്ചറിയാൻ സാധിച്ചത്. ഇത് രോഗവ്യാപനം തടയുന്നതിൽ ആരോഗ്യവകുപ്പിന് വലിയ വെല്ലുവിളി ഉയർത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 35 പുതിയ എബോള കേസുകളും 10 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 550 ആവുകയും സ്ഥിരീകരിച്ച മരണം 101 ഉയരുകയും ചെയ്തു. വർഷങ്ങളായി ആഭ്യന്തര യുദ്ധം നിലനിൽക്കുന്ന ഇട്ടൂരി, വടക്കൻ കീവു, തെക്കൻ കീവു എന്നീ 3 പ്രദേശങ്ങളിലാണ് രോഗം പടരുന്നത്. പ്രാദേശിക ജനങ്ങൾക്കിടയിലുള്ള അവിശ്വാസവും പ്രതിരോധ പ്രവർത്തനങ്ങളോടുള്ള എതിർപ്പും എബോള നിയന്ത്രണം കൂടുതൽ സങ്കീർണമാക്കുന്നു. എബോള ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന പ്രത്യേക സംഘങ്ങൾക്കും കെയർ സെന്ററുകൾക്കും നേരെ നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഇട്ടൂരി പ്രവിശ്യയുടെ തലസ്ഥാനമായ ബെനിയുവിൽ ന്യൂമറങ്കോ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കാനെത്തിയ സംഘത്തിന് നേരെ സായുധ സംഘം ആക്രമണം നടത്തി. ആക്രമണത്തിൽ 2 ആരോഗ്യ പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും 2 വാഹനങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തു.
ലിജിംഗു, ഇർമു, മസംബ എന്നീ മേഖലകളിലെ സായുധ ഗ്രൂപ്പുകളുടെ ശക്തമായ സാന്നിധ്യം മൂലം ഇവിടങ്ങളിൽ പല ഹെൽത്ത് സോണുകളിലേക്കും മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് കോംകോ സർക്കാർ അറിയിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പരമോന്നത പൊതുജനാരോഗ്യ ഏജൻസിയായ ആഫ്രിക്കൻ സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ തിങ്കളാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കോംകോയിലെ എബോള കേസുകൾ 544 ആണെന്നും മരണം 88 ആണെന്നുമാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ കോംകോ സർക്കാരിന്റെ ഏറ്റവും പുതിയ ഔദ്യോഗിക സ്ഥിരീകരണ പ്രകാരം മരണസംഖ്യ 100 കടന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ലോകാരോഗ്യ സംഘടനയുടെ കൂടുതൽ വിദഗ്ധ സംഘങ്ങൾ കോംകോയിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യൻ ആക്രമണത്തിൽ യുക്രൈനിൽ 4 മരണം. വെടിനിർത്തൽ ചർച്ചകൾക്ക് അന്താരാഷ്ട്ര പിന്തുണയേറുന്നു. യുക്രൈനിലെ ഖർക്കീവ് പ്രവിശ്യയിൽ റഷ്യ നടത്തിയ പുതിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 4 പേർ കൊല്ലപ്പെടുകയും 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി യുക്രൈൻ അധികൃതർ സ്ഥിരീകരിച്ചു. അതേസമയം റഷ്യ പിടിച്ചെടുത്ത ക്രിമിയൻ തീരത്ത് യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങൾ പ്രതിരോധിച്ചതായി റഷ്യൻ അനുകൂല അധികാരികളും വ്യക്തമാക്കി. യുദ്ധകളത്തിൽ ഇരുപക്ഷവും ആക്രമണം ശക്തമാക്കുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കാനുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണയേറുന്നതായാണ് നയതന്ത്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വടക്കുകിഴക്കൻ ഖർക്കീവ് പ്രവിശ്യയിലെ ചുഹാവു നഗരത്തിലാണ് റഷ്യൻ മിസൈലുകൾ പതിച്ചത്. ആക്രമണത്തിൽ 2 പുരുഷന്മാരും 2 സ്ത്രീകളും കൊല്ലപ്പെട്ടതായി പ്രാദേശിക ഗവർണർ അറിയിച്ചു. തകർന്നു വീണ ഒരു വലിയ അപ്പാർട്ട്മെന്റിന്റെ കെട്ടിടത്തിന് തീപിടിച്ചതിന്റെ ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചു. ഖർക്കീവ് നഗരത്തിൽ രാത്രിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മറുഭാഗത്ത് റഷ്യയുടെ കരിങ്കടൽ നാവികപ്പടയുടെ ആസ്ഥാനമായ ക്രിമിയയിലെ സെവാസ്റ്റോപോൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് യുക്രൈന്റെ ഡ്രോൺ ആക്രമണങ്ങളെ തടഞ്ഞതായി മോസ്കോ നിയമിച്ച ഗവർണർ മിഖായൽ റെസ്കോവ് അവകാശപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെ ലണ്ടനിൽ വെച്ച് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ തലവന്മാരുമായും അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയിൽ വെടിനിർത്തൽ ചർച്ചകളെ പിന്തുണയ്ക്കാൻ യൂറോപ്യൻ ശക്തികൾ സന്നദ്ധത അറിയിച്ചിരുന്നു. അമേരിക്കൻ പ്രത്യേക പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്നർ എന്നിവരുമായും വരും ആഴ്ചകളിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് നിർണായകമായ ചർച്ചകൾ നടക്കുമെന്ന് സെലൻസ്കി വ്യക്തമാക്കി. US പ്രതിനിധികൾ ഉടൻ തന്നെ യുക്രൈൻ തലസ്ഥാനമായ കീവ് സന്ദർശിക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ടുള്ള ചർച്ചകൾ നടത്താനുള്ള സെലൻസ്കിയുടെ തീരുമാനത്തെ നോർത്ത് രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയിൽ പിന്തുണച്ചിട്ടുണ്ട്. റഷ്യയുടെയും ബെലാറസിന്റെയും സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമെങ്കിൽ ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാൻ രാജ്യം സദാ സന്നദ്ധരാണെന്ന് റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി മിഖായിൽ ഗുസ്ലാൻ വ്യക്തമാക്കി. കിം ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്തി ഷീ ജിൻപിങ്. അമേരിക്കയ്ക്ക് കടുത്ത മുന്നറിയിപ്പ്. രാജ്യാന്തര രാഷ്ട്രീയ സമവാക്യങ്ങളിൽ നിർണായക ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും തമ്മിൽ പോങ്യാങ്ങിൽ വെച്ച് ചരിത്രപ്രസിദ്ധമായ ഉച്ചകോടി നടത്തി. രാഷ്ട്രീയം, സമ്പദ്വ്യവസ്ഥ, സംസ്കാരം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വ്യാപിപ്പിക്കാൻ ഉച്ചകോടിയിൽ ധാരണയായതായി ഉത്തര കൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA റിപ്പോർട്ട് ചെയ്തു. നീണ്ട 7 വർഷങ്ങൾക്കു ശേഷമാണ് ചൈനീസ് പ്രസിഡന്റ് തന്റെ ഏക ഔദ്യോഗിക സഖ്യകക്ഷിയായ ഉത്തര കൊറിയയിൽ സന്ദർശനം നടത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ഉടമ്പടിയുടെ 65ാം വാർഷിക വേളയിലാണ് ഈ സുപ്രധാന സന്ദർശനം. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എന്തു മാറ്റമുണ്ടായാലും തായ്വാൻ കടലിടുക്കിന്റെ ഇരുവശവും ഒരൊറ്റ രാജ്യത്തിന്റെ ഭാഗമാണെന്ന ബീജിംഗിന്റെ വൺ ചൈന നയത്തെ ഉത്തര കൊറിയ പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്ന് കിം ജോങ് ഉൻ ചൈനീസ് പ്രസിഡന്റിന് ഉറപ്പു നൽകി. തായ്വാനെ സ്വന്തം പ്രദേശമായി കണക്കാക്കുന്ന ചൈനയ്ക്ക് വലിയ നയതന്ത്ര ഊർജ്ജം നൽകുന്നതാണ് കിമ്മിന്റെ ഈ പ്രഖ്യാപനം. ചൊവ്വാഴ്ച രാവിലെ പുങ്യാങ്ങിലെ സിനോ കൊറിയൻ ഫ്രണ്ട്ഷിപ്പ് ടവറിൽ ഷീ ജിൻപിങ്ങും സന്ദർശനം നടത്തുകയും കൊറിയൻ യുദ്ധത്തിൽ മരിച്ച ചൈനീസ് സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. സൗഹൃദത്തിന്റെ പ്രതീകമായി ഇരു നേതാക്കളും ചേർന്ന് പുങ്യാങ്ങിലെ രാഷ്ട്രീയ പരിശീലന സ്കൂൾ വളപ്പിൽ ദേവദാരു തൈ നടുകയും ചെയ്തു. ഉഭയകക്ഷി വ്യാപാരവും ടൂറിസവും ഗതാഗത സംവിധാനങ്ങളും പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ചൈനീസ് മാധ്യമങ്ങൾ വാചാലരായപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുല്യ പങ്കാളിത്തത്തെയാണ് ഉത്തര കൊറിയൻ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടിയത്. ചൈനയ്ക്ക് കീഴിലുള്ള ഒരു രാജ്യമല്ല തങ്ങളെന്നും അമേരിക്കയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ തുല്യശക്തികളായ പങ്കാളികളാണെന്നുമുള്ള സന്ദേശമാണ് ഉത്തര കൊറിയ നൽകുന്നത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തര കൊറിയയുമായി വീണ്ടും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും കിം ജോങ് ഉന്നുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉത്തര കൊറിയയുടെ ആണവായുധ പദ്ധതികളെക്കുറിച്ചോ അമേരിക്കയുമായുള്ള ബന്ധത്തെക്കുറിച്ചോ ചൈന യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല. ഈ വിഷയങ്ങൾ ചർച്ചയിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കിയതാണെന്ന് രാജ്യാന്തര നിരീക്ഷകർ വിലയിരുത്തുന്നു. ചൈനയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം പുതിയൊരു ചരിത്രപരമായ തുടക്കത്തിലാണെന്ന് വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് ഷീ ജിൻപിങ് വ്യക്തമാക്കി.
സന്ദർശനം പൂർത്തിയാക്കി ചൈനീസ് പ്രതിനിധി സംഘം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ബീജിംഗിലേക്ക് മടങ്ങി. ഇതോടെ വേൾഡ് ഡെസ്ക് പൂർണ്ണമാകുന്നു. കൂടുതൽ ലോകവിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.